ഹായ്. കുറേ കാലത്തെ വായനകൾക്കിടയിൽ എപ്പോഴെങ്കിലും വായിച്ച പുസ്തകങ്ങളെ പറ്റിയിട്ട് ഒരിക്കലെങ്കിലും കുറച്ച് സംസാരിക്കണം എന്നുള്ളൊരു തോന്നലിൻ്റെ പുറത്താണ് ഈ ഒരു വീഡിയോയിലേക്ക് എത്തുന്നത്. ഒരുപാട് പുസ്തകങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും വായിച്ചിട്ടുള്ള കുറേ പുസ്തകങ്ങൾ സ്വാധീനിച്ചിട്ടുണ്ട്. പല തരത്തിൽ പല കഥാപാത്രങ്ങൾ നമുക്ക് കൊള്ളാമെന്ന് തോന്നിയിട്ടുള്ള ഏതൊക്കെയോ തരത്തിൽ നമുക്ക് എന്താ പറയുക, ഇങ്ങനൊരു കഥാപാത്രമായിട്ട് ജീവിച്ചിരുന്നെങ്കിൽ എന്നൊക്കെ തോന്നിയിട്ടില്ല. ഇത് എനിക്ക് മാത്രമല്ല, വായിച്ചിട്ടുള്ള എല്ലാ ആളുകൾക്കും ഒരുപക്ഷെ പലതരത്തിൽ പുസ്തകങ്ങളുമായിട്ട് ബന്ധമുള്ള എല്ലാ മനുഷ്യരും ഒരുപക്ഷെ അവർക്ക് ജീവിക്കണമെന്ന് ആഗ്രഹമുള്ള ഒരു സാഹിത്യ ഭൂമികയും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് തോന്നുന്ന കഥാപാത്രങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നിരിക്കണം. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു ഉദ്യമത്തിലേക്ക് എത്തുമ്പോൾ ഇതിനൊരു സാഹിത്യ നിരൂപണമായിട്ടോ അല്ലെങ്കിൽ ഒരു പ്രോപ്പർ ബുക്ക് റിവ്യൂ ആയിട്ടോ ഒന്നും ഞാൻ കാണുന്നില്ല. അതിന് കൃത്യമായിട്ടുള്ളൊരു രീതിശാസ്ത്രം ഉണ്ട് എന്നുള്ള തോന്നലുകൊണ്ട് തന്നെയാണ്. മറിച്ച് ഇന്നോളമുള്ള വായനകളിൽ എനിക്കിഷ്ടമുള്ള, എനിക്ക് കുറച്ചുകൂടി കൗതുകം തോന്നിയിട്ടുള്ള ചില പുസ്തകങ്ങളെ ബാക്കിയുള്ള ആളുകൾ കൂടി, അതായത് വായിക്കാൻ താല്പര്യമുള്ള മനുഷ്യർ കൂടി അത് വായിച്ചാൽ ഒരുപക്ഷെ അവർക്ക് ഇഷ്ടപ്പെട്ടേക്കാം എന്നുള്ള തോന്നലിലാണ് ഒരു പുസ്തകത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നൊരു സ്പേസ് എന്നുള്ള തരത്തിലാണ് ഇതിനെ ഞാൻ കാണുന്നത്. അപ്പോൾ ആദ്യത്തെ ഒരു എപ്പിസോഡിൽ ഏത് പുസ്തകത്തെ പറ്റി സംസാരിക്കണം എന്നുള്ള ഒരു ചിന്ത വന്നപ്പോൾ കുറേ പുസ്തകങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ട്, കുറേ കഥകളിലൂടെ കടന്നു പോയിട്ടുണ്ട്, കുറേ കഥാപാത്രങ്ങൾ, നേരത്തെ പറഞ്ഞ പോലെ എനിക്കിഷ്ടമുള്ള, എനിക്ക് കൊള്ളാമെന്ന് തോന്നിയിട്ടുള്ള കുറേ കഥാപാത്രങ്ങളും പുസ്തകങ്ങളൊക്കെ ഉണ്ട്, പല ഭാഷകളിലും ഒക്കെ ആയിട്ട്, മലയാളം മാത്രമല്ല. അപ്പോൾ ബാലസാഹിത്യത്തിലൂടെയാണ് വായന, ഞാൻ മാത്രമല്ല, ഒരുപക്ഷെ എൻ്റെ തലമുറയും അത് കഴിഞ്ഞിട്ടുള്ള തലമുറയൊക്കെ തന്നെ ഒരുപക്ഷെ വായിച്ചു തുടങ്ങിയിട്ടുണ്ടാവുന്നത് ഒരു കട്ടിയായ പുസ്തകം എന്നതിനപ്പുറം ബാലപ്രസിദ്ധീകരണങ്ങളിലൂടെ ആയിരിക്കണം. അപ്പോൾ പണ്ട് ബാലമംഗളത്തിലുള്ള ശക്തിമരുന്നോ അല്ലെങ്കിൽ നമ്മൾ മാജിക് മാലുവോ അതല്ലെങ്കിൽ മായാവിയോ, ഇനി കുറച്ചുകൂടി മുതിർന്നിട്ടുള്ള ആളുകൾ ഒരുപക്ഷെ ബോബൻമൂളിയൊക്കെ വായിച്ചു തുടങ്ങിയിട്ടുള്ള, പിന്നീട് അതൊരു ഹയറാർക്കി പോലെ കുറച്ചുകൂടി മെച്ചപ്പെട്ട പുസ്തകങ്ങളിലേക്ക് സ്വയം എടുത്തു വെക്കുന്ന ഒരു പ്രോസസ്സായിട്ടാണ് പലർക്കും വായന സംഭവിക്കാറുള്ളത്. അപ്പോൾ പിന്നീട് ഒരു കാലത്ത് വായിച്ചിട്ടുള്ള ഒരു പുസ്തകത്തെ പറ്റിയാണ് ഞാൻ ഇവിടെ സംസാരിക്കാനായിട്ട് താല്പര്യപ്പെടുന്നത്. ഇത് ഒരു പുസ്തകത്തിൻ്റെ കഥയല്ല, ആ പുസ്തകം നിർമ്മിച്ചെടുത്ത ഒന്നിലധികം പുസ്തകങ്ങളുണ്ട്. ഈ ഒരു പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് ഒന്നാം ലോക മഹായുദ്ധത്തെ പറ്റി സംസാരിക്കണം. ഒന്നാം ലോക മഹായുദ്ധത്തിൽ നിന്നുള്ള ഒരു ഷെൽ ഷോക്ക് അല്ലെങ്കിൽ PTSD എന്ന് നമ്മൾ ഇന്ന് വിളിക്കുന്ന ഒരു അവസ്ഥയിൽ നിന്നും രക്ഷപ്പെട്ട് ഓടിയിട്ടുള്ള 2 പട്ടാളക്കാരുടെ കഥയുണ്ട് അതിൻ്റെ പുറകിൽ. ഒരു ചെറിയ കുട്ടി, നേരത്തെ പറഞ്ഞിട്ടുള്ള പട്ടാളക്കാരിൽ ഒരാളുടെ മകനായിട്ടുള്ള ഒരാളുടെ ഒരു കുട്ടിയും, ആ കുട്ടിക്ക് തൻ്റെ കളിപ്പാട്ടങ്ങൾ ആയിരുന്ന കുറേ സ്റ്റഫ്ഡ് ടോയ്സ്, അതിൻ്റെ കഥ കൂടിയാണ് ഇതിലേക്ക് എത്തുന്നത്. ഇൻ്റർനെറ്റിൽ എപ്പോഴൊക്കെയോ തിരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു കൊട്ടേഷനിലൂടെയാണ് 2 കഥാപാത്രങ്ങൾ ഒരു മരത്തടി മേലിരുന്നിട്ട് സംസാരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് ഒരാൾ ചോദിക്കുന്നത് ഹൗ ഡു യു സ്പെൽ ലവ് എന്നാണ്. സ്നേഹത്തെ നിങ്ങൾ എങ്ങനെയാണ് അത് ആൽഫബറ്റിൽ നിങ്ങളത് സ്പെൽ ഔട്ട് ചെയ്യും എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ തൊട്ടപ്പുറത്തിരിക്കുന്ന കഥാപാത്രം ഇത്തിരി ഒന്ന് ആലോചിച്ചിട്ട് വളരെ നിഷ്കളങ്കമായി എന്നാൽ ഗൗരവം ഒട്ടും ചോരാതെ പറയുന്നൊരു മറുപടിയുണ്ട്. അതാണ് യു ഡോണ്ട് സ്പെൽ ഇറ്റ്, യു ഫീൽ ഇറ്റ്. ആ ഒരൊറ്റ കോട്ടിലൂടെയാണ് ഞാൻ അതിനു മുന്നേ വായിച്ചിട്ടുള്ള എഴുത്തുകാരനായിട്ട് കൂടി ഈ ഒരു എഴുത്തുകാരനിലേക്ക് എത്തിച്ചേരുന്നത്, ഈ ഒരു പുസ്തകത്തിലേക്ക് എത്തിച്ചേരുന്നത്. 4 പുസ്തകങ്ങളുള്ള ആ ഒരു സീരീസിലേക്കും പിന്നീട് അതിനുശേഷം അതിനെ ഒരു ഫിലോസഫിയുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള മറ്റ് 2 പുസ്തകങ്ങളിലേക്കും എത്തുന്നത്. പറഞ്ഞു തുടങ്ങുന്നത് അലൻ അലക്സാണ്ടർ മെലിൻ എന്ന ഇംഗ്ലീഷ് എഴുത്തുകാരനെ പറ്റിയിട്ടാണ്. അദ്ദേഹം ജന്മം കൊടുത്ത വിന്നി ദ പൂ എന്ന് പറയുന്ന ഒരു കരടിക്കുട്ടരെ പറ്റിയാണ്. വിന്നി ദ പൂ പിന്നീട് ലോകമെമ്പാടുമുള്ള കുട്ടികളുടെ ഇഷ്ട കഥാപാത്രമായി മാറി, സിനിമയായി മാറി,
പലതരത്തിലുള്ള സിനിമകൾ വന്നു. ഈവൻ ഒരു സ്ലാഷർ ഫിലിം പോലും വിനീത് പൂവിൻ്റെ പേരിലുണ്ട്. ഒരു അനിമേഷൻ കഥാപാത്രമായിട്ട് മാറി. വിനീത് പൂ ഒരു സ്റ്റഫ്ഡ് ടോയ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. ആ തരത്തിലുള്ള ഒരു സ്റ്റഫ് ടോയ് ആയി പല കുട്ടികളുടെ ഷെൽഫുകളിൽ ഇടം പിടിച്ചു. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒന്നാം ലോക മഹായുദ്ധത്തിൻ്റെ കെടുതികൾക്കിടയിൽ 1916 ലണ്ടൻ വിട്ട് ഒരു ഫാമിലേക്ക് ചേക്കേറുന്ന A.A. മിലിൻ അല്ലെങ്കിൽ അലൻ അലക്സാണ്ടർ മിലിനും മകനായിരുന്ന റോബിൻ എന്ന് പറയുന്ന ക്രിസ്റ്റഫർ റോബിൻ്റെ ഒരു നിക് നെയിമൊക്കെ ഉണ്ടായിരുന്നു. ബില്ലി മൂൺ എന്നാണ് ക്രിസ്റ്റഫർ റോബിൻ്റെ പേരുണ്ടായിരുന്നത്. ബില്ലി മൂൺ എന്ന് പറയുന്ന ഈ ഒരു കുട്ടിക്ക് കഥ പറഞ്ഞു കൊടുക്കാനായിട്ട്, അതായത് അതിന് മുന്നേ തന്നെ അത്യാവശ്യം നന്നായിട്ട് എഴുതിക്കൊണ്ടിരുന്ന നാടകങ്ങളും കവിതകളൊക്കെ എഴുതിക്കൊണ്ടിരുന്ന പഞ്ച് പോലെ വളരെ സീരിയസ് ആയിട്ടുള്ളൊരു മാഗസിൻ എഡിറ്റ് ചെയ്തിരുന്ന ഒരാളായിരുന്നു A.A. മിലിൻ. പക്ഷേ സൈനിക സേവനം എന്ന് പറയുന്നത് ഒബ്വിയസ്ലി ലോകമഹായുദ്ധങ്ങൾ സംഭവിക്കുമ്പോൾ ആളുകൾക്ക് പലപ്പോഴും നിവൃത്തിയില്ലാതെ പോവേണ്ടി വരുന്ന ഒന്നാണ്. സോ അത്തരത്തിൽ പട്ടാളത്തിലേക്ക് പോവേണ്ടി വന്നിട്ടുള്ള, പക്ഷേ അതൊരിക്കലും തൻ്റെ ഒരു കോളിംഗ് ആണ് എന്ന് വിശ്വസിക്കാൻ പറ്റുന്നൊരവസ്ഥയിലായിരുന്നില്ല അദ്ദേഹം. സോ ഹി കെയിം ബാക്ക് ടു ലണ്ടൻ. അതിനുശേഷം ഈ ഒരു ഫാമിലേക്ക് തിരിച്ചെത്തുന്ന A.A. മിലിൻ്റെ കൂടെ ഒരു സുഹൃത്തു കൂടി ഉണ്ടായിരുന്നു, E.H. ഷിപ്പാർഡ് എന്ന് പറയുന്ന. ഷിപ്പാർഡിൻ്റെ പ്രത്യേകത, ഷിപ്പാർഡ് ഡെഫിനറ്റ്ലി മിലിൻ ഒരു പോയറ്റ് ആയിരുന്നു, സോൾജർ ആയിരുന്നു. അതുപോലെ തന്നെ ഷിപ്പാർഡ് ഒരു സോൾജർ ആയിരുന്നു, കൂടെ നല്ലൊരു ഇല്ലസ്ട്രേറ്റർ കൂടിയായിരുന്നു. അപ്പം ഷിപ്പാർഡ് ചെയ്തിട്ടുള്ള ഏറ്റവും ഗംഭീരമായിട്ടുള്ള കാര്യങ്ങളൊന്നെന്ന് പറയുന്നത്, വിനീത് പൂവിനെ നമ്മൾ ഇന്ന് എങ്ങനെയാണോ കാണുന്നത് ആ കാഴ്ച നിർമ്മിച്ചെടുക്കുന്നത് ഷിപ്പാർഡാണ്. ഇനി വിനീത് പൂ എന്ന് പറയുന്ന കഥാപാത്രം എങ്ങനെ ഉണ്ടായി വരുന്നു എന്നുള്ളത്, ഈ ഒരു കാലയളവിനുള്ളിൽ A.A. മിലിനും ക്രിസ്റ്റഫർ റോബിനും കൂടി ഒരു മൃഗശാല കാണാൻ പോകുന്നുണ്ട്. മൃഗശാലയിൽ വിന്നിപെഗ് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് എത്തിയിട്ടുള്ള ഒരു കരടിയെ വലിയ കാര്യമായിട്ട് അവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ക്രിസ്റ്റഫർ റോബിൻ ഇത് കാണുന്നതും വളരെയധികം സന്തോഷത്തോടു കൂടി അത് ഒറ്റ കാഴ്ചയിൽ തന്നെ, അതായത് ഇപ്പോൾ പൊതുവെ ഒരു മിത്തെന്ന പോലെ പറഞ്ഞു വരാറുണ്ട്, അതായത് വാൾട്ട് ഡിസ്നി കണ്ടിട്ടുള്ള ഒരു എലിയിൽ നിന്നാണ് മിക്കി മൗസിനെ ഉണ്ടാക്കിയതെന്ന് പറയുന്ന പോലെ ഈ ഒരു കരടിയിൽ കണ്ടിട്ടുള്ള എന്തോ ഒരു കുട്ടിത്തമോ ക്യൂരിയോസിറ്റിയോ മറ്റോ ആയിരിക്കാം ഒറ്റയടിക്ക് അതിനൊരു കഥാപാത്രത്തിൻ്റെ രൂപത്തിലേക്ക് മാറ്റിയെടുക്കാനായിട്ട് A.A. മിലിന് തോന്നുകയും, അങ്ങനെ ഇതിനു മുന്നേ തന്നെ, അതായത് സീരീസ് ആയിട്ട് വിനീത് പൂ എന്ന് പറയുന്ന കഥാപാത്രങ്ങൾ വരുന്നതിന് മുന്നേ തന്നെ 1923 വന്നിട്ടുള്ള ഒരു കവിത, വെസ്പേഴ്സ് എന്ന് പറയുന്ന കവിതയിൽ ക്രിസ്റ്റഫർ റോബിൻ ഈസ് സേയിങ് ഹിസ് പ്രയേഴ്സ് എന്ന് പറയുന്ന വരി വന്നിട്ടുണ്ടായിരുന്നു. സോ തൻ്റെ മകനെ ഒരു കഥാപാത്രമായിട്ട് മുൻപേ തന്നെ ഇദ്ദേഹം എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പിന്നീട് മെല്ലെ പുസ്തകങ്ങളിലേക്ക് എത്തിച്ചേരുകയാണ് ചെയ്യുന്നത്. 4 പുസ്തകങ്ങളാണ് ഇതിലുള്ളത്. ആൻഡ് വെൻ വി വർ വെരി യങ് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു തുടക്കം. ഇനി ഞാൻ നേരത്തെ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ടായിരുന്നു, ക്രിസ്റ്റഫർ റോബിൻ്റെ കയ്യിൽ കുറേയധികം സ്റ്റഫ് ടോയ്സ് ഉണ്ടായിരുന്നു. വിനീത് പൂ കണ്ടിട്ടുള്ള വായിച്ചിട്ടുള്ള കുട്ടികൾക്കൊക്കെയും അല്ലെങ്കിൽ വലിയ ആളുകൾക്കും അറിയാവുന്നൊരു കാര്യമാണ്, അതിൽ മറ്റ് കഥാപാത്രങ്ങൾ കൂടിയുണ്ട്. ക്രിസ്റ്റഫർ റോബിൻ ഓൾറെഡി അതിലുള്ളൊരു കഥാപാത്രമാണ്, അതിൻ്റെ കൂടെ തന്നെ വിനീത് പൂ ഉണ്ട്. പക്ഷേ അതിനപ്പുറത്തേക്ക് കാങ്കാറൂ എന്ന് പറയുന്ന ഒരു അമ്മ കങ്കാരുവും ഒരു മകനും, അതുപോലെ ഇയോർ എന്ന് പറയുന്നൊരു കഴുതയുണ്ട്, പിന്നെ ഒരു ടിഗർ എന്ന് പറയുന്ന, ടൈഗറിനെ ടിഗറാക്കി മാറ്റിയിട്ടുള്ളതാണ്, ഒരു വൈസ് ഔൾ ഉണ്ട്. നാട്ടിലുള്ള എല്ലാവിധ അത്യാവശ്യം വായിക്കാൻ അറിയുന്ന, എന്നാൽ ഔളിൻ്റെ വായന വളരെയധികം മോശമാണ്. പക്ഷേ ഇങ്ങനെയൊക്കെയുള്ള ഒരു പ്രത്യേകതരം കൂട്ടം ജീവികളുള്ള ഒരു കഥാലോകമാണ് A.A. മിലിൻ നിർമ്മിച്ചെടുത്തിട്ടുള്ളത്. 100 acre wood എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ പറയുന്ന കഥാപാത്രങ്ങളൊക്കെ തന്നെ ഒത്തുചേരുന്നത്. രസകരമായിട്ടുള്ളൊരു വസ്തുത, ഈ സ്റ്റഫ്ഡ് ടോയ്സിനെ ഇങ്ങനെയുള്ളൊരു കഥയിലേക്ക് സന്നിവേശിപ്പിക്കുന്ന സമയത്ത് E.H. ഷിപ്പാർഡാണ് ഇതിൻ്റെ ഇല്ലസ്ട്രേഷൻ ചെയ്തിട്ടുള്ളതെന്ന് ഞാൻ പറഞ്ഞു. അതും ഒരു വളരെ യാദൃശ്ചികമായിട്ട് സംഭവിച്ചിട്ടുള്ള ഒന്നായിരുന്നില്ല, മറിച്ച് ഷിപ്പാർഡ് ഇത് ചെയ്യുന്നത്, ഷിപ്പാർഡിൻ്റെ മകൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു സ്റ്റഫ് ടോയ് ഉണ്ടായിരുന്നു, അതിൻ്റെ പേര് ഗ്രൗളർ എന്നായിരുന്നു. ഇപ്പോൾ ഗ്രൗളറിൻ്റെ ഒരു രൂപഘടനയിലാണ് ഇദ്ദേഹം വിനീത് പൂവിനെ വരച്ചു വെക്കുന്നത്.
പിന്നീട് ഈ ഒരു മോണോക്രോമാറ്റിക് ആയിട്ടുള്ള ഇല്ലസ്ട്രേഷൻസ് വളരെയധികം ഫേമസ് ആയി. പിന്നീട് നമുക്ക് കണ്ടറിയാം വളരെ രസകരമായിട്ടുള്ള കുറച്ചൊരു ഒരു ഒരു കുടവയറൊക്കെയുള്ള തേനിന് വേണ്ടി എന്ത് ത്യാഗവും സഹിക്കാൻ തയ്യാറായിട്ടുള്ള ഒരു കരടി. അപ്പം ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞതുപോലെ ഒരു പുസ്തകം മറ്റൊരു പുസ്തകത്തിൻ്റെ വായനയിലേക്ക് നയിക്കുന്നത് പലപ്പോഴും സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം പുസ്തകം ഇപ്പോൾ നെയിം ഓഫ് ദ റോസിൽ ഉംബർട്ടോ എക്കോ പറയുന്നുണ്ട്, അതായത് ഒരു പുസ്തകം എപ്പോഴും മറ്റു പുസ്തകങ്ങളിലേക്ക് നിങ്ങളെ നയിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയും. സമാനമായിട്ട് വിനീത് പൂ എന്ന് പറയുന്ന കഥാപാത്രം പിന്നീട് ബെഞ്ചമിൻ ഹോഫ് എന്ന് പറയുന്ന ഒരു അത്യാവശ്യം ഫിലോസഫിയിലൊക്കെ ഇഷ്ടമുണ്ടായിരുന്ന ഒരു എഴുത്തുകാരനെ വളരെയധികം സ്വാധീനിക്കുകയും അദ്ദേഹം ചൈനീസ് ഫിലോസഫിയുടെ ഒരു വളരെ ബേസിക് കോൺസെപ്റ്റ്സിലൊന്നായിട്ടുള്ള ടാവോയിസം എന്ന് പറയുന്ന തത്വചിന്ത, അത് വിനീത് പൂ എന്ന് പറയുന്ന കഥാപാത്രത്തിൽ എത്രത്തോളം ഉണ്ട് എന്ന് അന്വേഷിച്ചുകൊണ്ട് 2 പുസ്തകങ്ങൾ കൂടി ഇദ്ദേഹം രചിക്കുന്നുണ്ട്. അതായത് അതിൻ്റെ അകത്തൊന്ന് ദ ടാവോ ഓഫ് പൂ എന്നുള്ളത് ഒന്നാണ്, രണ്ടാമത് ദ ടേ ഓഫ് പിഗ്ലെറ്റ്. ഈ ഒരു കഥാപാത്രം എന്ന് പറയുന്നത് വളരെ ആഴമുള്ളതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും. പക്ഷെ അതേ സമയത്ത് അതിൻ്റെ ലാളിത്യം കൊണ്ട് കൂടി വളരെ ഭംഗിയായിട്ട്, കാരണം നോക്കൂ, 1923 വന്നിട്ടുള്ള ഒരു കൃതിയിൽ പരാമർശിക്കപ്പെട്ടിട്ടുള്ള കഥയും കഥാപാത്രങ്ങളൊക്കെ തന്നെ 2025 കുട്ടികളെ വളരെയധികം ആകർഷിക്കുന്ന ഒന്നാണ്. ബാലസാഹിത്യം എന്ന് പറയുന്നത് പലപ്പോഴും മുതിർന്നവർ അത്രയധികം പരിഗണിക്കാത്ത, ശ്രദ്ധിക്കാത്ത ഒരു സാഹിത്യ വിഭാഗമാണ് പലപ്പോഴും. കാരണം കട്ടിയുള്ള പുസ്തകങ്ങൾ വായിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ഒരു വായനയെ അടയാളപ്പെടുത്തി വെക്കാൻ, അല്ലെങ്കിൽ നിങ്ങളൊരു വായന കുറച്ചും കൂടി ഗൗരവകരമാണ് എന്ന് ആളുകളെ മനസ്സിലാക്കിക്കാനായിട്ടോ അല്ലെങ്കിൽ തോന്നിപ്പിക്കാനോ ഒരുപക്ഷെ. ആൻഡ് ഏത് തരത്തിലുള്ള വായനകളും ഒരു പ്രശ്നമുള്ള വായനയൊന്നും ഞാൻ കരുതുന്നില്ല, ഞാൻ ആ തരത്തിലൊന്നുമില്ല ഞാൻ പറഞ്ഞു വരുന്നത്. പക്ഷേ ബാലസാഹിത്യം വായിക്കുക എന്ന് പറയുന്നൊരു മോശം കാര്യമല്ല. കാരണം അത് എഴുതുന്നത് അടിസ്ഥാനപരമായിട്ട് കുട്ടികൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. കുട്ടികൾക്ക് മനസ്സിലാവാൻ വേണ്ടിയുള്ള ലാളിത്യത്തിലാണ് പലപ്പോഴും അത്തരത്തിലുള്ള പുസ്തകങ്ങൾ എഴുതുന്നത്. ആൻഡ് അഗെയിൻ, നന്നായിട്ട് കഥ പറയാൻ അറിയില്ലാത്ത ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് കുട്ടികളെ പിടിച്ചിരുത്താനായിട്ട് സാധ്യമല്ല. കാരണം അവർക്ക് പെട്ടെന്ന് ബോറടിക്കും, അവർ റെസ്റ്റ്ലെസ് ആയിരിക്കും. നിങ്ങളിനി പറയാൻ പോകുന്നത് എത്ര വലിയ ആഴമുള്ള കാര്യങ്ങളാണെങ്കിൽ പോലും അവർ കേട്ടിരിക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. അപ്പോൾ 100 വർഷങ്ങൾക്കിപ്പുറവും മിലിൻ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഈ ഒരു കഥാപാത്രം അത്രയധികം ഗംഭീരമായിട്ട് കുട്ടികളെ പിടിച്ചിരുത്താൻ പോകുന്ന ഒന്നായിട്ട്, അതായത് പുസ്തകങ്ങൾ ഒരു പക്ഷേ ഇപ്പോൾ വായനയുടെ ഒരു സ്വഭാവവും മറ്റും ഭാവവും ഒക്കെ തന്നെയും മാറിയിട്ടുള്ള ഒരു കാലത്തിലാണ് ഞാൻ നിങ്ങളും സംവദിക്കുന്നത്. സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ റീലുകളോ അല്ലെങ്കിൽ യൂട്യൂബൊക്കെ തന്നെയും ഇതിൻ്റെ ഒരു സ്വഭാവത്തെ ആകെ മാറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം. പക്ഷെ അപ്പോഴും പുസ്തകങ്ങൾ ഇറങ്ങുന്നുണ്ട്, ആളുകൾ പുസ്തകങ്ങൾ വായിക്കുന്നു, ചർച്ച ചെയ്യുന്നു, ഇതൊക്കെ സംഭവിക്കുന്നുണ്ട്. എങ്കിലും ഒരു വിഷ്വൽ മീഡിയം എന്ന് പറയുന്ന അവസ്ഥയിൽ കൂടി പോലും ഒരു ഈവൻ ആഫ്റ്റർ 100 years വിനീത് പൂ നിലനിൽക്കുന്നു എന്നുള്ളതാണ്. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ആ ഒരു കഥാപാത്രത്തിൻ്റെ ആർക്കാണ്, എങ്ങനെ ആ കഥാപാത്രത്തെ നിർമ്മിച്ചെടുത്തു എന്നുള്ളത് വളരെ രസകരമായിട്ട് അനലൈസ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. അതായത് വിനീത് പൂവിൻ്റെ തന്നെ വാക്കുകളിൽ അത്രയധികം ബുദ്ധിയൊന്നും ഇല്ലാത്ത ഒരു മണ്ടനാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മണ്ടനല്ല, പക്ഷേ വളരെ നിഷ്കളങ്കനായിട്ടുള്ള, എല്ലാവരെയും വളരെ പെട്ടെന്ന് വിശ്വസിക്കാൻ കൂട്ടാക്കുന്ന, സൗഹൃദത്തിന് വളരെയധികം വില കൊടുക്കുന്ന ഒരു കഥാപാത്രമാണ്. അതായത് വിനീത് പൂവിനെ സംബന്ധിച്ചിടത്തോളം കൂടെയുള്ള പിഗ്ലെറ്റ് ആവട്ടെ, ഇയോർ ആവട്ടെ, ക്രിസ്റ്റഫർ റോബിൻ ആവട്ടെ, ക്രിസ്റ്റഫർ റോബിനൊക്കെ തന്നെയും വിനീത് പൂ കണക്കാക്കുന്നത് ലോകത്തിലെ ഏറ്റവും ബുദ്ധിയുള്ള, ഏറ്റവും ഗംഭീരമായിട്ടുള്ള ഒരു കൂട്ടുകാരനോ അല്ലെങ്കിൽ ഒരു മെൻറ്ററോ ഒക്കെ ആയിട്ടാണ്. വിനീത് പൂ ബാക്കി എല്ലാവരെയും കണക്കാക്കുന്നത് തൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളായിട്ടാണ്. അപ്പോൾ ഈ ഒരു കഥാപാത്രം ഒരുപക്ഷെ നിങ്ങൾക്ക് വായിച്ചു നോക്കാൻ പറ്റുന്ന, വിനീത് പൂവിൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള 4 സീരീസ്, ആ സീരീസിൽ 4 പുസ്തകങ്ങളുണ്ട്. അതിനുശേഷം ഇത്തിരി കൂടി ഗൗരവകരമായിട്ട് നിങ്ങൾക്ക് പുസ്തകത്തെ സമീപിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഒരു ഫിലോസഫിയിലേക്ക് എങ്ങനെ ഒരു കുഞ്ഞു കഥാപാത്രം, ഒരു മൃഗം എങ്ങനെ ഒരു ഫിലോസഫിയിലേക്ക് നിങ്ങളുടെ വായനയെ എത്തിക്കുന്നു എന്നുള്ളത് നോക്കാനായിട്ട് ഒരു പക്ഷേ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ നേരത്തെ സജസ്റ്റ് ചെയ്തിട്ടുള്ള ബെഞ്ചമിൻ ഹോഫിൻ്റെ ദ ടാ ഓഫ് പിഗ്ലെറ്റ് ആൻഡ് ദ ടേ ഓഫ് പിഗ്ലെറ്റ്, ഇത് രണ്ടും കൂടി സജസ്റ്റ് ചെയ്യാവുന്നതാണ്. നമ്മൾ വീണ്ടും ഒരുപാട് പുസ്തകങ്ങളുമായിട്ട് ഈ സ്പേസിൽ ഇനിയും കണ്ടുമുട്ടുന്നതാണ്. സോ ടിൽ ദെൻ ബൈ.